നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇമ്പൾസ് ഫംഗ്ഷൻ ആൻഡ് ഇമ്പൾസ് റെസ്പോൺസ്. ഒരു ഇമ്പൾസ് സിഗ്നൽസിനെ കുറിച്ചെല്ലാം നമ്മൾ തേർഡ് മോഡ്യൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു ഇമ്പൾസ് സിഗ്നൽ ഇങ്ങനെ ഇമ്പൾസ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ആണെന്നത് ഇൻഫിനിറ്റ്ലി ഹൈ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഇൻഫിനിറ്റ്ലി സ്മോൾ നാരോ പൾസ് വിത്ത് ഏരിയ ഓഫ് യൂണിറ്റി. അതിപ്പോൾ ഒരു സിഗ്നൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻഫിനിറ്റി ആയിക്കാരം, അതിൻ്റെ പൾസിൻ്റെ വിഡ്ത്ത് എന്തായിക്കാരം നാരോ ബാൻഡ് പൾസ് സിഗ്നൽ ആയിക്കാരം. അതിൻ്റെ ഏരിയ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യൂണിറ്റി ആയിട്ട് കിട്ടും. ഓക്കെ, എന്തായിക്കാരം? യൂണിറ്റി. ഇതിൻ്റെ ഏരിയ എന്തായിക്കാരം? യൂണിറ്റി വാല്യൂ ആയിക്കാരം. ഓക്കെ, ഇതെന്താണ്? ചെറിയ നാരോ പൾസാണ്. ഓക്കെ, ഇതിൽ മാഗ്നിറ്റ്യൂഡ് ഇൻഫിനിറ്റിയാണ്. ഇങ്ങനത്തെ ഒരു സിഗ്നലിനെയാണ് നമ്മൾ എന്താ പറയാറ്? ഇമ്പൾസ് സിഗ്നൽ, അതായത് ഡെൽ ഓഫ് ടി എന്ന് കണ്ടാണ് റെപ്രസെന്റ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇമ്പൾസ് സിഗ്നൽ രണ്ട് ടൈപ്പ് ജനറേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഒന്ന് നമുക്ക് ഇമ്പൾസ് സിഗ്നൽ അപ്ലൈ ചെയ്യാം. ഇൻപുട്ട് വോൾട്ടേജ് സോഴ്സ് ആയിട്ട് ഇൻപുട്ട് വോൾട്ടേജ് സോഴ്സ് ആയിട്ട് നമുക്ക് എന്താ ചെയ്യാം? ഇമ്പൾസ് സിഗ്നൽ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ നെറ്റ്വർക്കിൻ്റെ റെസ്പോൺസ് കണ്ടെത്താം. ഇത് നമ്മൾ തേർഡ് മോഡ്യൂളിൽ റെസ്പോൺസ് ഓഫ് RL, RC, RLC സർക്യൂട്ട് ടു വേരിയസ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ആ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ രണ്ടാമത്തെ ഒരു ടൈപ്പ് ഇമ്പൾസ് ഫംഗ്ഷൻ ജനറേറ്റ് ചെയ്യൽ സ്വിച്ചിങ് ഓപ്പറേഷൻ കൊണ്ട്. സ്വിച്ചിങ് ഓപ്പറേഷൻ നടത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഒരു ഇമ്പൾസ് സിഗ്നൽ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ഇതിൽ പറയുന്നത് സ്വിച്ചിങ് ഓപ്പറേഷൻ കൊണ്ട് ഇമ്പൾസ് ഫംഗ്ഷൻ എങ്ങനെ ഉണ്ടാവുന്നത്, അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സ്വിച്ചിങ് ഓപ്പറേഷൻ നടക്കുമ്പോൾ അവിടെ എന്തുണ്ടാവേണ്ടത്? ഒരു ഇമ്പൾസ് ക്രിയേറ്റ് ആവേണ്ടത്. ആ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്വിച്ചിങ് ഓപ്പറേഷൻ മാത്രമാണ് നടക്കുന്നത്, നമുക്ക് വോൾട്ടേജ് സോഴ്സ് ഒന്നുമില്ല. ഓക്കെ, ഇപ്പോൾ രണ്ട് കപ്പാസിറ്റീവ്സ് ഉണ്ട് ഇവിടെ 1 ഫാരഡ് 1 ഫാരഡ്. ഇതിൻ്റെ ഇനീഷ്യൽ വോൾട്ടേജ് നമുക്ക് തന്നിട്ടുണ്ട് 10 വോൾട്ടേജിലാണ്. ഓക്കെ, നമുക്ക് റെസ്പോൺസ് I of t എന്തെങ്കിലും കണ്ടെത്തണം. ഇവിടെ t=0 സ്വിച്ചിങ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഈ നെറ്റ്വർക്കിൻ്റെ ട്രാൻസ്ഫോർമഡ് നെറ്റ്വർക്ക് വരയ്ക്കാം. ഓക്കെ, ട്രാൻസ്ഫോർമഡ് നെറ്റ്വർക്ക് ഫോർ t greater than 0 is. ഓക്കെ, അപ്പോൾ സ്വിച്ചിങ് നടന്നു. അപ്പോൾ അവിടെ എന്തെങ്കിലും സ്വിച്ച് ക്ലോസ് ആയിട്ടുണ്ട്. റെസിസ്റ്ററിന് ഒരു ചേഞ്ച് ഉണ്ടാവില്ല. റെസിസ്റ്റർ 10 ohm ആയിട്ട് അത് അതേപോലെ തന്നെ ഉണ്ടാവും. കപ്പാസിറ്റർ നമ്മൾ ചേഞ്ച് ചെയ്യാറ് എങ്ങനെ? 1/CS സീരീസ് വിത്ത് വോൾട്ടേജ് സോഴ്സ് വിത്ത് V0/S, അതായത് ഇനീഷ്യൽ വോൾട്ടേജ് ബൈ എസ് എന്നുള്ള ഒരു വോൾട്ടേജ് സോഴ്സ് ആയിട്ട് മാറ്റാറാണ്. അപ്പോൾ ഇവിടെ ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ എന്തുണ്ട്? ഒരു കപ്പാസിറ്ററിന്റെ വാല്യൂ 1 ഫാരഡ് ആണ്. അപ്പോൾ അത് 1 എന്നുള്ള വാല്യൂ വരുമ്പോൾ ഇവിടെ 1/S എന്നുള്ള കപ്പാസിറ്റർ എന്തായി മാറും? 1/S ആയിട്ട് മാറും. ഇനീഷ്യലായിട്ട് ഒരു വോൾട്ടേജ് സോഴ്സും കൂടി ഉണ്ടാവും. ഓക്കെ, പ്ലസ് മൈനസ് ഇവിടുത്തെ V0/S എന്നാണ്. V0 വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 10 വോൾട്ട് ആണ്. ഓക്കെ, അപ്പോൾ 10/S ഇവിടുത്തെ എന്തായി മാറും? അവിടെ ഇനീഷ്യൽ വോൾട്ടേജ് 0 ആയിക്കാരം. അപ്പോൾ അവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? 1/S എന്നുള്ള വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇതിലൂടെ എന്തുണ്ടാവും? I of t എന്നുള്ളത് I of S ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കണ്ടെത്തണം? I of S ന്റെ ഇക്വേഷൻ ഇതിൽ KVL അപ്ലൈ ചെയ്തിട്ട് കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ I of S ഇവിടെ എത്ര വോൾട്ടേജ് സോഴ്സ് ഉണ്ട്? ഒറ്റ വോൾട്ടേജ് സോഴ്സ് ഉള്ളൂ. എന്തായിരുന്നു? 10/S എന്നുള്ള ഒരു വോൾട്ടേജ് സോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇംപീഡൻസ് എത്രയാണ്? 1/S പ്ലസ് ഇവിടെ ഒരു 1/S, ഇവിടെ എന്തുണ്ട്? ഒരു 10 ഉണ്ട്. ഓക്കെ, അത് മൂന്നും കൂടി എന്ത് ചെയ്തു? ആഡ് ചെയ്തു. ഓക്കെ, 10/S. ഇതിനെ ഞാൻ 2/S പ്ലസ് 10 എന്നാക്കാം. എസ് LCM എടുക്കുകയാണ്. അവിടെ എന്ത് വരും? 10/S ഡിവൈഡ് ബൈ 2 പ്ലസ് 10s ഡിവൈഡ് ബൈ S എന്നായി. ഈ എസും എക്സും ക്യാൻസൽ ആയാൽ 10 ഡിവൈഡഡ് ബൈ 10s പ്ലസ് 2 എന്നുള്ള വാല്യൂ ആയി. I of S നമുക്ക് ഇങ്ങനെ ആക്കി എഴുതാം. ഇതിന് 10 കോമൺ ആക്കി എടുത്താൽ 10 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു S പ്ലസ് 0.2 എന്നുള്ള വാല്യൂ ആയി. ഓക്കെ, അപ്പോൾ 10ഉം 10ഉം ക്യാൻസൽ ആയ I of S എന്തായി? 1/S plus 0.2. നമുക്ക്
എന്താണ് ഇമ്പൾസ് റെസ്പോൺസ് IFT കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാം. അപ്ലൈ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ചെയ്ത IF എന്നുള്ള എന്തായി മാറും? IFT എന്നായിട്ട് മാറും. IFT എന്നായിട്ട് മാറും. 1 ഡിവൈഡ് ബൈ S പ്ലസ് 2 എന്നുള്ളത് എന്തായി മാറും? e−0.2t എന്നായിട്ട് മാറും ഫോർ t greater than 0. ഓക്കെ, ഇതാണ് എന്ത് ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ദിസ് നെറ്റ്വർക്ക്. ഓക്കെ, നമുക്ക് ഇൻഡക്ടേഴ്സ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൽ t=0 എന്താ എഴുതേണ്ടത്? സ്വിച്ച് ഓപ്പൺ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ t=0 മൈനസിൽ സ്വിച്ചിങ്ങിന് മുമ്പ് ഈ സ്വിച്ച് എന്താണ്? ക്ലോസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻസ്, അതായത് ഈ ഇൻഡക്ടർ കൂടി പോണ കറണ്ടുകൾ എന്താണ് കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ t=0 മൈനസിൽ ഈ സ്വിച്ചിങ്, അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ എന്തായിട്ടുണ്ടാവും? അറ്റൻഡ് ചെയ്യുന്നതാണ്. സ്വിച്ച് എന്തായിക്കാരം? സ്വിച്ച് ക്ലോസ്ഡ്, സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻഡക്ടർ എന്തായിട്ട് ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് എന്ത് ചെയ്യും? ആക്ട് ചെയ്യും. ഓക്കെ, ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, റെസിസ്റ്റർ. ഈ ഇൻഡക്ടർ എന്താവും? ഷോർട്ട് ആവും. ഓക്കെ, ഈ സ്വിച്ച് ക്ലോസ്ഡ് ആണ്. ഇവിടെ റെസിസ്റ്റർ, ഇത് ഷോർട്ടായി. ഓക്കെ, അപ്പോൾ ഇതും ഷോർട്ടായി. ഇവിടെ ഇൻഡക്ടർ ഷോർട്ടായി. ഇവിടെ എന്തുണ്ട്? 100 വോൾട്ട്, 10 ഓം. ഇതിൽ കൂടെ പോകണമെങ്കിൽ ഞാൻ I1, ഇതിൽ കൂടെ പോകണമെങ്കിൽ IL2, IL1 എന്നാക്കിയിട്ട് എടുത്തത്. അപ്പോൾ IL1ഉം IL2 നമുക്ക് കണ്ടെത്തണം. ഓക്കെ, IL1 നോക്കിയാൽ ഈ സ്വിച്ച്, ഈ സർക്യൂട്ട് നോക്കിയാൽ IL1 ഇതിൽ നിന്ന് എത്ര ആയിട്ട് കിട്ടും? IL1 ഈ വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ചെയ്താൽ നമുക്ക് IL1 10 ആംപിയർ ആയിട്ട് കിട്ടും. IL2ൻ്റെ വാല്യൂ ഇവിടെ ഷോർട്ട് ആയിട്ടുണ്ട്, അതുകൊണ്ട് IL2ൻ്റെ വാല്യൂ എന്തായിരം? 0 ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ 3 ഹെൻറി ഇൻഡക്ടറിൻ്റെ ഇനീഷ്യൽ വോൾട്ടേജ് 10 ആംപിയർ ആണ്. 2 ഹെൻറി ഇൻഡക്ടറിൻ്റെ ഇനീഷ്യൽ കറണ്ട് 0യുമാണ്. ഓക്കെ, അപ്പം ഇനി ഞാൻ എന്ത് ചെയ്യാണ്? t>0 നോക്കുകയാണ്. t>0 ട്രാൻസ്ഫോമഡ് നെറ്റ്വർക്ക് വരക്കുകയാണെങ്കിൽ, ട്രാൻസ്ഫോമഡ് നെറ്റ്വർക്ക് ഈസ് ഒരു വോൾട്ടേജ്, കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ഓക്കെ, കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സിനെ മാറ്റുമ്പോൾ അതിൻ്റെ ലാപ്ലേസ് എടുക്കുമ്പോൾ എന്തായിട്ടാണ് വരിക? ആ വോൾട്ടേജ് 100 ഡിവൈഡഡ് ബൈ എസ്, കോൺസ്റ്റന്റ് ഡിവൈഡ് ബൈ എസ് ആണ് അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഉണ്ടാവുക. റെസിസ്റ്റർ അത് അതേപോലെ തന്നെ 10 ഓം. ഇൻഡക്ടർ ഇവിടെ എന്തായി മാറും? ഒരു 3 ഹെൻറി ആണുള്ളത്. അപ്പോൾ L എന്നുള്ളത് എങ്ങനെയായി മാറും? S×L സീരീസ് വിത്ത് വോൾട്ടേജ് സോഴ്സ് L×I0. ഓക്കെ, L×I0 എന്നുള്ള വാല്യൂ ആയിട്ട് മാറും. അപ്പോൾ 3×S എന്നായിട്ട് മാറും. ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടാവും. അതിനാദ്യം നെഗറ്റീവ് ആയിക്കാരം, പിന്നെ പോസിറ്റീവ് ആയിക്കാരം. ഓക്കെ, അതിൻ്റെ വാല്യൂ L×I0. L-ൻ്റെ വാല്യൂ 3 ആണ്, I0ൻ്റെ വാല്യൂ 10 ആണ്. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് സോഴ്സ് 30 വോൾട്ടേജ്. സ്വിച്ച് എന്തായിട്ടുണ്ട്? ഓപ്പൺ ആയിട്ടുണ്ട്. 50 ഓം റെസിസ്റ്റർ അത് അതേപോലെ തന്നെ. ഇവിടെ എന്തുണ്ട്? 2 ഹെൻറി ഉണ്ട്. ഓക്കെ, ഇപ്പോൾ 2S എന്നായിട്ട് മാറി. അതിൻ്റെ ഇനീഷ്യൽ വോൾട്ടേജ് എത്രയാണ്? 0 ആണ്. അപ്പോൾ അവിടെ എന്തുണ്ടാവില്ല? ഇനീഷ്യൽ കറണ്ട് 0 ആണ്. അപ്പോൾ വോൾട്ടേജ് സോഴ്സ് അവിടെ ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് കാണേണ്ടത് ഇതിൽ കൂടി പോണ കറണ്ടാണ്. അതിന് IFT എന്നാണ് ഇവിടെ എന്തെടുത്ത് ഞാൻ IFS എന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? IFS കണ്ടുപിടിക്കണം. IFS കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ലൂപ്പിൽ KVL അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ KVL അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് കാര്യം വരിക? നമുക്ക് ഇതിലൊക്കെ ഇവിടെ പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് കറണ്ട് രണ്ടെണ്ണത്തേക്ക് എന്തെടുത്തു? പ്ലസും മൈനസും കൊടുത്തു, ഇമ്പിഡൻസിനല്ല. അപ്പോൾ മൈനസ് അപ്ലൈ KVL
അപ്പോൾ മൈനസ് 100/s പ്ലസ് 10 ഇൻറ്റു ഐ ഓഫ് എസ് പ്ലസ് 3s ഇൻറ്റു ഐ ഓഫ് എസ് മൈനസ് 30 പ്ലസ് 50 ഇൻറ്റു ഐ ഓഫ് എസ് പ്ലസ് 2s ഇൻറ്റു ഐ ഓഫ് എസ് ഈസിക്കൽ എന്തോന്ന് 0 എന്ന് വന്നു. ഇതിന് ഐ ഓഫ് എസ് കണ്ടുപിടിച്ചാൽ ഐ ഓഫ് എസ് കോമൺ എടുത്താൽ 10 പ്ലസ് 3s പ്ലസ് 50 10 3s പ്ലസ് 50 പ്ലസ് 2s ഈസ് ഈക്വൽ ടു 100/s പ്ലസ് 30 അങ്ങോട്ട് എടുത്തു. അപ്പോൾ ഐ ഓഫ് എസ് ഈസ് ഈക്വൽ ടു 100/s പ്ലസ് 30 ഡിവൈഡഡ് ബൈ 10 പ്ലസ് 50 60 3s 5s പ്ലസ് 60 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടി. ഞാൻ ഇതിനെ രണ്ടെണ്ണാക്കിയിട്ട് മാറ്റാണ്. 100/s ഇൻറ്റു 5s പ്ലസ് 60 പ്ലസ് 30 ഡിവൈഡ് ബൈ 5s പ്ലസ് 60. ഇതിൻ്റെ ഡിനോമിനേറ്റർ ഞാൻ 5 കോമൺ ആക്കി എടുത്താൽ 5 കോമൺ ആക്കിയത് 100/5 എന്ത് വരും 20 എന്നുള്ള വാല്യൂ വരും. എസ് ഇൻറ്റു എസ് പ്ലസ് ഇതിൽ നിന്ന് 5 കോമൺ ആക്കി എടുത്താൽ 12 എന്നുള്ള വാല്യൂ വന്നു. ഇവിടുന്ന് 5 കോമൺ ആക്കി എടുത്താൽ 30 ഡിവൈഡ് ബൈ 5 എന്നുള്ളത് എന്തായി മാറും 6 എന്ന് മാറും. എസ് പ്ലസ് 10 എന്നുള്ള എസ് പ്ലസ് 5 കോമൺ ആക്കി എടുത്താൽ 12 എന്നുള്ള വാല്യൂ. ഇതിൻ്റെ ഇനീഷ്യൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ടേമിന് മാത്രം പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ചിട്ട് അതിനെ a ഡിവൈഡ് ബൈ എസ് പ്ലസ് ബി ഡിവൈഡ് ബൈ എസ് പ്ലസ് 12 പ്ലസ് 6 ഡിവൈഡ് ബൈ എസ് പ്ലസ് 12 എന്നാക്കുകയാണ്. ഓക്കെ, ഇതിനെ ഞാൻ എയും ബിയും പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ചിട്ട് കണ്ടെത്തിയപ്പോൾ ഇവിടെ എന്ത് കിട്ടും എന്തെങ്കിലും ചെയ്ത് നോക്കിയാൽ അപ്പോൾ ഇവിടെ 5/3 എന്ന് കിട്ടും, ഇവിടെ മൈനസ് 5/3 എന്നുള്ള വാല്യൂ കിട്ടി. ഇനി എന്താ ചെയ്യുക ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താ ചെയ്യുക അപ്ലൈ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ഐ ഓഫ് ടി എന്തേക്കാരം വരിക 5/3 എന്തെങ്കിലും 5/3 യു ഓഫ് ടി വരും മൈനസ് 5/3 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 12t എന്ന് വരും പ്ലസ് 6 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 12t എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ റെസ്പോൺസ് ഓഫ് ദിസ് നെറ്റ്വർക്ക്. ഓക്കെ.